ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്ന് വാട്ട് ഐ ഈറ്റ് ഇൻ ഈവനിങ് കാണാം. അപ്പം ഞാൻ ഹൗ ടു മേക്ക് എ ടീ എന്ന +2 പഠിച്ച ചാപ്റ്റർ ഓർത്തുകൊണ്ട് ഒരു ഹാഫ് കപ്പ് ഓഫ് ടീ എടുത്തിട്ടുണ്ട്. അപ്പം +2 ഹൗ ടു മേക്ക് എ ടീ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാം മില്ലേനിയൻസാണ്, അത് ആദ്യമേ പറയുകയാണ്. പിന്നെ ചായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വികാരമാണല്ലേ. അതായത് രാവിലെ ഒരു ചായ, വൈകിട്ടൊരു ചായ. ചിലർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയൊക്കെ വരുമെന്ന് പറയുന്നേക്കാം. എനിക്ക് അത്ര വലിയ ചായ അഡിക്ഷനൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ ഭ്രാന്ത് വരും. അതായത് ചിലപ്പോൾ കട്ടൻ ചായ ആയിരിക്കും, ചിലപ്പോൾ ചായ ആയിരിക്കും. ഞാൻ പഠിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതാനിരിക്കുന്ന ആ ഒരു മൂഡ് അനുസരിച്ചായിരിക്കും എൻ്റെ ചായ കുടിയുടെ ഒരു കണക്ക്. അപ്പം ഇന്നിപ്പം ഞാൻ രാവിലെ ഒരു കോഫി, അതും ഒരുപാട് ലേറ്റായിട്ട് കുടിച്ചു. അതായത് ഒരു 9 o'clock ഞാൻ എൻ്റെ ബെഡ് കോഫി കുടിച്ചതെന്ന് വേണം പറയാൻ. കാര്യം അത്രയ്ക്കും ഞാൻ ലേറ്റായിട്ടാണ് രാവിലെ ജിമ്മിൽ പോയിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ഇപ്പോൾ ഒരു ചായ. ഇന്നലെ ഞാൻ വൈകിട്ട് വീട്ടിൽ നിന്നൊരു ചായ കുടിച്ചിട്ട് പോയി. ജിമ്മിൽ നിന്ന് വന്നപ്പോൾ വഴിയിൽ ഒരു തട്ടുകടയിൽ കയറി ചായ, അതായത് ചായ തട്ടില്ല, പിന്നെ എന്തൊക്കെയോ 1-2 സാധനങ്ങൾ കഴിച്ചു. അപ്പള ബജി, പിന്നെ നമ്മുടെ കാ ബജി, ഇതെല്ലാം കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം എനിക്കിതിനെ സംബന്ധിച്ച് ചായക്കടയിൽ കിട്ടുന്ന ചായക്ക് വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്, നല്ല കടുപ്പുള്ള ചായ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ചിലർക്ക് നല്ല കടുപ്പുള്ള ചായ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കടുപ്പം കുറഞ്ഞ ചായ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കോഫി ആയിരിക്കും ഇഷ്ടം. ഞാൻ കോഫി ലവറാണോ എന്ന് ചോദിച്ചാൽ 100% കോഫി ലവറാണ്. കോഫിയാണ് കുടിക്കാറ്. എന്ന് വെച്ചിട്ട് എനിക്ക് കോഫി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് തലവേദന വരുമോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ കോഫി, ചായ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണല്ലേ. എല്ലാവരുടെ ജീവിതത്തിൻ്റെ പാർട്ടായിരിക്കും. ചിലർക്ക് ചായയും കോഫിയും കുടിക്കാത്തവരും ഉണ്ട് കേട്ടോ. ഇതൊന്നും കുടിക്കാത്ത ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചായ വിശേഷം. അപ്പോൾ ഹൗ ടു മേക്ക് എ ടീ എന്ന് പറഞ്ഞിട്ട് കപ്പ് ഓഫ് ടീ എന്നല്ലെന്ന് തോന്നുന്നു, ഹൗ ടു മേക്ക് എ ടീ എന്ന് തന്നെയാണ് ഒരു ചാപ്റ്റർ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട്. +2, +1, +2 ആ ഒരു കാലഘട്ടത്തിൽ പഠിക്കുന്നുണ്ട്. അതിനകത്ത് എങ്ങനെ ചായ ഉണ്ടാക്കാം, പിന്നെ ഓരോ രാജ്യത്തെയും ചായയുടെ വെറൈറ്റീസ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചായ വിശേഷം. അപ്പം ചൂടല്ല, ഇപ്പോൾ ചായ ഞാൻ കഥ പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ഫാനിൻ്റെ കാറ്റുകൊണ്ട് ചായ ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത ചായയിൽ ഈ ബിസ്ക്കറ്റ് മുക്കി ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിക്ക് നടത്തിക്കോളൂ. ഇനി പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോകണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.